ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരികളായ മുന്നേറ്റത്തിനെ തകർത്തെറിഞ്ഞ് സ്പെയിൻ ലോകകപ്പ് ഫൈനലിലെത്തിയിരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് എവിടെയാണ് പിഴച്ചത്? 6 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രഞ്ച് പടയെ സ്പാനിഷ് പ്രതിരോധം എങ്ങനെയാണ് നിഷ്പ്രഭമാക്കിയത്? നോക്കാം ഫ്രാൻസിന്റെ അപ്രതീക്ഷിത തോൽവിയുടെ പ്രധാന കാരണങ്ങൾ. പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി തുടക്കം മുതൽ ആക്രമണ ഫുട്ബോൾ കളിക്കാനാണ് സ്പാനിഷ് നിര തീരുമാനിച്ചത്. വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തോടൊപ്പം പ്രതിരോധത്തിലെ അച്ചടക്കവും തുടക്കം മുതൽ സ്പെയിനിന് മുൻതൂക്കം നൽകി. എംബാപ്പെ എന്ന തുറുപ്പുചീട്ടിനെ അമിതമായി ആശ്രയിക്കാനുള്ള ഫ്രാൻസിന്റെ പദ്ധതിയാണ് ഇവിടെ പൊളിഞ്ഞത്. എംബാപ്പയിലേക്ക് പന്ത് എത്തുന്നതിനെ തടയാൻ സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയും കുക്രല്ലയും കുബാർസിയും പൊറോയും എണ്ണയിട്ട യന്ത്രം പോലെ കളിച്ചു. ക്വാർട്ടർ ഫൈനൽ വരെ കണ്ട ഫ്രാൻസിനെയല്ല സെമിയിൽ കാണാനായത്. ഒത്തിണക്കമില്ലാത്ത ഒരു കൂട്ടമായാണ് ഫ്രഞ്ച് നിര മൈതാനത്ത് കാണപ്പെട്ടത്. മത്സരത്തിൽ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായ 49 മിസ് പാസുകൾ ഇതിന്റെ നേർചിത്രമാണ്. ഉസ്മാൻ ഡെമ്പലെയും മൈക്കൽ ഒലീസയെയും നിറമങ്ങിയത് ഫ്രാൻസിന് തിരിച്ചടിയായി. മധ്യനിരയിൽ റോഡ്രിയെ പോലെ കളം നിറഞ്ഞു കളിക്കാൻ ഒരാളില്ലാതിരുന്നത് ഫ്രഞ്ച് പടയെ വിയർപ്പിച്ചു. കൃത്യമായി പൊസിഷൻ കാത്തു കളിക്കാൻ ഫ്രഞ്ച് നിരയിൽ ആർക്കും സാധിച്ചില്ല. റോഡ്രിയെ പോലെ കളം നിറഞ്ഞു കളിച്ച ഒരു താരത്തിന്റെ അഭാവം ഫ്രഞ്ച് നിരയിൽ നിഴലിച്ചു നിന്നു. 72-ാം മിനിറ്റിൽ ഒലീസിയെ പിൻവലിക്കേണ്ട തരത്തിലേക്ക് ദശാംശനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് ഫ്രഞ്ച് താരങ്ങൾ കളിച്ചത്. സെമി ഫൈനലിന് മുമ്പ് തന്നെ ഫ്രാൻസിന്റെ മുന്നേറ്റവും സ്പെയിനിന്റെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടമാവും ഇതെന്ന് കൃത്യമായി വിലയിരുത്തപ്പെട്ടിരുന്നു. ഇത് തന്നെയാണ് കളത്തിലും കണ്ടത്. ഫ്രാൻസ് മുന്നേറ്റത്തിന്റെ ചിറകൊടിഞ്ഞപ്പോൾ സ്പാനിഷ് പ്രതിരോധം ഏറ്റവും മനോഹരതയോടെ കളം നിറഞ്ഞു. പോറോയും കുബാർസിയും ലപ്പോർട്ടയും കുക്രല്ലയും അണിനിർന്ന സ്പാനിഷ് പ്രതിരോധം ഏറ്റവും ശക്തമായ പ്രകടനം തന്നെ പുറത്തെടുത്തു. മറുവശത്ത് ലൂക്കാസ് ഡിഗ്നിയും സാലിബിയും ഉപമെക്കാനയും കൗണ്ടിയും ഉൾപ്പെടുന്ന ഫ്രഞ്ച് പ്രതിരോധം ചിത്രത്തിലെ ഇല്ലാതായിപ്പോയി. എന്തുകൊണ്ടാണ് തങ്ങൾ ഈ ലോകകപ്പിൽ ഒരു ഗോൾ മാത്രം വഴങ്ങിയെന്ന് വീണ്ടും വ്യക്തമാക്കി കൊടുക്കുന്ന പ്രതിരോധ മികവാണ് സ്പാനിഷ് നിര കാട്ടിക്കൊടുത്തത്. മധ്യനിരയുടെ പ്രകടനവും ഫ്രാൻസിന് നിരാശയായി മാറി. ഒലീസയും റാബിയറ്റും ബാർക്കോളയും ഡെമ്പലെയും എല്ലാം ഒരുപോലെ മോശം ഫോമിലേക്ക് പോകുമെന്ന് ഫ്രാൻസ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എംബാപ്പയിലേക്ക് പന്തെത്തിക്കാനാവാതെ ഫ്രഞ്ച് മധ്യനിര ഉയർത്തപ്പോൾ മറുവശത്ത് ഒൽമോയും ലാമി യമാലും ബയേനയും റോഡ്രിയും റൂയിസുമെല്ലാം മനോഹര ഫുട്ബോളിലൂടെ ഫ്രഞ്ച് ബോക്സിലേക്ക് പന്തെത്തിക്കുന്നതാണ് കാണാനായത്. കളി ജയിക്കാൻ എംബാപ്പയെ പൂട്ടണമെന്ന് സ്പാനിഷ് നിരക്ക് നന്നായി അറിയാമായിരുന്നു. അതിനവർ പ്രയോഗിച്ച ഏറ്റവും ലളിതമായ തന്ത്രമായിരുന്നു ഓഫ്സൈഡ് ട്രാപ്പ്. 4 തവണയാണ് എംബാപ്പയുടെ മുന്നേറ്റങ്ങൾ ഓഫ്സൈഡിൽ കുടുങ്ങിയത്. എംബാപ്പെ പന്തുമായി കുതിക്കാൻ ഒരുങ്ങുമ്പോൾ ഓഫ്സൈഡാക്കി മാറ്റാനുള്ള സ്വയം നിയന്ത്രണം സ്പാനിഷ് നിരയിൽ നിന്നുണ്ടായി. ലാമി യമാലിന്റെ മാന്ത്രിക നീക്കങ്ങളും എടുത്തു പറയേണ്ടതാണ്. സ്പെയിനെ മുന്നേറിച്ച പെനാൽറ്റിക്ക് വഴി തുറന്നത് യമാലിനെതിരെയുള്ള ഫൗളായിരുന്നു. പിന്നിൽ നിന്ന് ഫൗളേക്കുന്ന തരത്തിലുള്ള പല മുന്നേറ്റങ്ങളും യമാൽ നടത്തി. ഇത് പെനാൽറ്റിയിലേക്കോ ഫ്രീ കിക്കിലേക്കോ ഉള്ള വഴി തുറക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായി തന്നെ വേണം കാണാൻ. 22-ാം മിനിറ്റിൽ തന്നെ ആ തന്ത്രം ഫലം കണ്ടു. ഇനി ഫ്രാൻസിന് മുന്നിലുള്ളത് 3-ാം സ്ഥാനക്കാർക്കായുള്ള പോരാട്ടമാണ്. അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിൽ പരാജയപ്പെടുന്നവരുമായാണ് ഫ്രാൻസിന്റെ അടുത്ത കളി. എങ്കിലും സെമിയിലെ ഈ നിരാശജനകമായ പ്രകടനം ഫ്രഞ്ച് ആരാധകരുടെ മനസ്സിൽ ഒരു കിടാത്ത കനലായി അവശേഷിക്കും. ഈ ലോകകപ്പിലുടനീളം ഏറ്റവും അപകടകാരികളായ മുന്നേറ്റത്തിനായിരുന്നു ഫ്രാൻസിൻ്റെത്. 6 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകൾ അടിച്ചുകൂട്ടി തുടർച്ചയായ 3-ാം ലോകകപ്പ് ഫൈനൽ എന്ന ചരിത്ര നേട്ടത്തിന് തൊട്ടടുത്താണ് ദിദിയർ ദശാംസിന്റെ പട കളി മറന്നത്. ടൂർണമെന്റിലുടനീളം മികച്ച ഫോം പുലർത്തിയെങ്കിലും ഏറ്റവും നിർണായകമായ മത്സരത്തിൽ പ്ലാൻ ബിയിൽ ഇല്ലാതെ പോയതും എംബാപ്പയെ അമിതമായി ആശ്രയിച്ചതുമാണ് ഫ്രാൻസിന് വിനയായത്. ഗ്രൂപ്പ് ഘട്ടത്തിലും ക്വാർട്ടറിലും കാട്ടിയ ആധിപത്യം സെമിയിൽ പുറത്തെടുക്കാൻ കഴിയാത്തത് ഫ്രാൻസിനെ വല്ലാതെ മുറിപ്പെടുത്തും. മറുവശത്ത് സ്പെയിൻ ഈ ലോകകപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് വെറുതെയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ ലോകകപ്പിൽ ഇതുവരെ ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങിയ സ്പാനിഷ് പ്രതിരോധത്തിന്റെ കരുത്ത് ഫ്രാൻസിനും തകർക്കാനായില്ല. കുബാർസിയും പൊറോയും അടങ്ങുന്ന പ്രതിരോധ കോട്ടയും റോഡ്രിയുടെ നേതൃത്വത്തിലുള്ള മധ്യനിരയും ലാമി യമാലിന്റെ വേഗതയും ചേരുമ്പോൾ ഈ സ്പെയിൻ പട ഏതൊരു ടീമിനും പേടി സ്വപ്നമാണ്. അർജന്റീനയോ ഇംഗ്ലണ്ടോ ഫൈനലിൽ ആരും എതിരാളികളെ വരട്ടെ, തങ്ങളുടെ ഈ തന്ത്രപരമായ അച്ചടക്കവും ആക്രമണശൈലിയും തുടർന്നാൽ സ്പെയിനിന് ലോക കിരീടത്തിൽ മുത്തമിടാനാകും. യൂറോ കപ്പിലെ രാജാക്കന്മാർ ഇനി ലോകത്തിന് നിറയിലെത്തുമെന്ന് മാത്രമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.